بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സൂറത്തുൽ മറിയമിലെ 93 വരെയുള്ള ആയത്തുകളാണ് വെളുത്തത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد أحصاهم وعدهم عدا وكلهم آتيه يوم القيامة فردا. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. ഒന്നുകൂടെ. لقد أحصاهم وعدهم عدا وكلهم آتيه يوم القيامة فردا. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. ഇപ്പം കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ ഇൻകുല്ലു മൻ ഫിസ് സമാവാതി വൽ അർളി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദ. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാവരും തന്നെ അള്ളാഹുവിൻ്റെ അടിമകളായി വരാത്തവരായി ആരുമില്ല. എന്നിരിക്കെ ആ അടിമകളിൽ നിന്ന് എങ്ങനെയാണ് അവന് പങ്കുകാരും അവന് മക്കളും ഒക്കെ ഉണ്ടാവുക? അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് വാദിച്ചവർ, അതേപോലെ റബ്ബിന് പങ്കുകാരെ സ്ഥാപിച്ചവർ, അതൊക്കെ വലിയ അപരാധമായി അള്ളാഹു തആല എടുത്തു പറഞ്ഞു. ആകാശഭൂമികൾ തകരാൻ മാത്രം, പർവ്വതം പൊട്ടിപ്പിളരാൻ മാത്രമുള്ള വലിയ ഗൗരവമേറിയ വാദമാണ് അവരാ വാദിച്ചിരിക്കുന്നത്. റഹ്മാനായ റബ്ബിന് ഒരിക്കലും അനുയോജ്യമായതല്ല സന്താനത്തെ സ്വീകരിക്കുക എന്നത്. കാരണം എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, സൃഷ്ടികളില്ലാത്ത ഒന്നുമില്ല. ആകാശഭൂമികളിൽ ആരെല്ലാം ഉണ്ടോ അവരൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളായി വരുന്നവർ തന്നെയാകുന്നു എന്ന് പറഞ്ഞു. ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദാ. ലഖദ് അഹ്സാഹും, തീർച്ചയായും അല്ലാഹു തആല ലഖദ് അഹ്സാഹും അവരെ ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. അഹ്സാ എന്ന് പറഞ്ഞാൽ ക്ലിപ്തപ്പെടുത്തി, അല്ലെങ്കിൽ തിട്ടപ്പെടുത്തി എന്നാണ് അഹ്സാ. പലപ്പോഴും കേട്ട വാക്കാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ബന്ധപ്പെട്ട് പറയുമ്പോൾ അവിടെ പ്രയോഗിച്ച പ്രയോഗമാണ് മൻ അഹ്സാഹ ദഖലൽ ജന്ന. 99 നാമങ്ങൾ അള്ളാഹുവിനുണ്ട്. അപ്പോൾ ആര് ഹൃദിസ്ഥമാക്കിയോ ക്ലിപ്തപ്പെടുത്തിയോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറയാൻ വേണ്ടി മൻ അഹ്സാഹ, ഈ വാക്കാണ് അഹ്സാ. അഹ്സാ യുഹ്സി ഇഹ്സാഉൻ എന്നാണ്, ക്ലിപ്തപ്പെടുത്തുക. അഹ്സാ. ലഖദ് അഹ്സാഹും, തീർച്ചയായും അവൻ അവരെ ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു. വഅദ്ദഹും അദ്ദാ. വഅദ്ദഹും, അവരെ എണ്ണിക്കണക്കാക്കിയിരിക്കുന്നു. അദ്ദാ, ഒരു എണ്ണൽ. അഥവാ എല്ലാ അർത്ഥത്തിലും അല്ലാഹു തആല അവനെ മുഴുവൻ സൃഷ്ടികളെ കുറിച്ചും കൃത്യമായി അറിയുന്നവനാണ് എന്നർത്ഥം. റബ്ബറിയാത്ത, അവന്റെ നിയന്ത്രണത്തിൽ വരാത്ത ഒരു സൃഷ്ടി പോലും
ഇല്ല. കാരണം അവന് സൃഷ്ടികളെല്ലാം ഒക്കെ അള്ളാഹ് സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് അള്ളാഹ് സൃഷ്ടിച്ച ഒന്നിനെ പറ്റി അള്ളാഹ്ക്ക് അറിയുമോ എന്ന ചോദ്യത്തിന് പിന്നെ പ്രസക്തിയില്ല. അതിനാൽ എന്തെല്ലാം ഉണ്ടോ ആകാശഭൂമികളും അവയിലുള്ളതുമെല്ലാം അടക്കം എല്ലാത്തിനെയും അവൻ കൃത്യമായി ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു. ലഖദ് അഹ്സാഹും, അവരെ അവൻ ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു. വഅദ്ദഹും അദ്ദാ, അവരെ ഒരു എണ്ണിക്കണക്കാക്കൽ അല്ലാഹു തആല കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. അവയെ സൃഷ്ടിച്ചത് മുതൽ അവസാനം വരെയുള്ള എല്ലാത്തിനെയും ചെറുതും വലുതുമായ എല്ലാം ഒരുപാട് സ്ഥലത്ത് അല്ലാഹു തആല വ്യത്യസ്തമായ ശൈലിയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഒരു മരത്തിലെ ഇല താഴെ വീഴുന്നുവെങ്കിൽ അതുപോലും അല്ലാഹു അറിയുന്നു എന്ന് ഖുർആൻ പഠിപ്പിച്ചു. അതേപോലെ ഇന്നഹ ഇൻദകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സുഖറ എന്ന സൂറത്തുൽ ലുഖ്മാനിലെ ആയത്ത്, ചെയ്യുന്ന കാര്യം എത്ര നിസ്സാരമാണെങ്കിലും ഒരു പാറക്കുള്ളിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെ വെച്ച് ചെയ്താലും ശരി അതെല്ലാം അല്ലാഹു തആല പുറത്ത് കൊണ്ടുവരും. കാരണം അവൻ ലത്തീഫാണ്, ഖബീറാണ് എന്ന് പറഞ്ഞു. വാസിറു ഖൗലകും വജ്ഹറു ബിഹി ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ. ശേഷം അല്ലാഹ് അതിന് കാരണമായി പറഞ്ഞത് അലാ യഅലമു മൻ ഖലഖ്, സൃഷ്ടിച്ചവനായ ഒരുത്തൻ അറിയുകയില്ലേ എന്നാണ്. അപ്പൊ സൃഷ്ടിച്ചത് അല്ലാഹയാണ് എങ്കിൽ ആ സൃഷ്ടിയെ പറ്റി അല്ലാഹു തആല കൃത്യമായി അറിയും. സൃഷ്ടികൾ ചെയ്യുന്നതും ചെയ്യാനിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതും ഇത് സൃഷ്ടിക്കാനുള്ള കാര്യങ്ങളും എല്ലാം അല്ലാഹു തആല അറിയുന്നവൻ തന്നെയാകുന്നു. റബ്ബറിയാത്ത ഒന്നുമില്ല. ലഖദ് അഹ്സാഹും, അവരവൻ ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു. വഅദ്ദഹും അദ്ദാ, എണ്ണിക്കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. അദ്ദ എന്ന് പറഞ്ഞാൽ എണ്ണി എന്നാണ്. അദ്ദ, അദദ് എണ്ണം, അദ്ദ എണ്ണി. അദ്ദഹും, അവരെ എണ്ണിയിരിക്കുന്നു. അദ്ദൻ, ഒരു എണ്ണൽ എണ്ണിയിരിക്കുന്നു. അത് ഒന്നാമത്തെ അനുസരിക്കുന്നത് അഹ്സാഹും എന്ന് പറഞ്ഞാൽ ആ ആശയം തന്നെയാണ് അദ്ദഹും അദ്ദ. അപ്പൊ ഒന്നുകൂടി തർക്കീ ചെയ്യാൻ, ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി അഹ്സാഹും എന്ന് പറഞ്ഞതിനെ ഒന്നുകൂടി ഉറപ്പിക്കുവാനാണ് അദ്ദഹും അദ്ദ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് റബ്ബിന്റെ പ്രത്യേകതയായി അല്ലാഹു തആല എടുത്തു പറഞ്ഞാണ്. അതെ, അഹ്സ ക്ലിപ്തപ്പെടുത്തി, രേഖപ്പെടുത്തി, എണ്ണി എന്നൊക്കെ അർത്ഥമുണ്ട്. അഹ്സ അല്ലാഹു തആല അവന്റെ സവിശേഷതയായി എടുത്തു പറഞ്ഞ ഒന്നാണിത്. റബ്ബ് അവന്റെ എല്ലാ സൃഷ്ടികളെയും കുറിച്ച് നന്നായി അറിയുന്നവരാണ്. അത് മറ്റൊരാൾക്ക് വകവെച്ചു കൊടുക്കുമ്പോൾ അല്ലാഹുവിനോട് തുല്യപ്പെടുത്തൽ വന്നു. അതാണ് ഇപ്പോൾ ഇവിടെ നമ്മളെ നാട്ടിലെ പാട്ടും വെച്ചൊക്കെ പറയണത്. അല്ലാഹു അല്ലാത്ത പലരെയും കുറിച്ച് അവർക്കൊക്കെ ആകാശത്തും ഭൂമികളെല്ലാം അറിയാം എന്ന് പറയുമ്പോൾ അത് ഈ ഒരു സവിശേഷത അവർക്ക് കൂടി വകവെച്ചു കൊടുക്കൽ വരുന്നു. ഉദാഹരണമായി എന്നൊക്കെ പറഞ്ഞ പദ്യങ്ങൾ കാണുന്ന നാടുകളിൽ അല്ലാഹുവിന്റെ അറിവ് എനിക്കറിയാം, അത് അക്ഷരങ്ങൾ പോലും ഞാൻ കണക്കാക്കുന്നു. ഈ വാക്കോട് പറയും അല്ലാഹുവിന്റെ ഇൽമിന്റെ ഹർഫുകൾ പോലും ഞാൻ കണക്കാക്കുന്നു. ഭൂമിയിൽ എത്ര മണൽത്തരികളുണ്ട് എന്ന് വരെ എനിക്കറിയാം. കടലിലെ തിരമാലകളുടെ എണ്ണം എനിക്കറിയാം, ഭൂമിയിലെ മണൽത്തരികളുടെ എണ്ണവും എനിക്കറിയാം എന്ന് മൊയ്‌ദീൻ ശൈഖ് പറഞ്ഞതാണ് പാട്ടുള്ളത്. ഷെയ്ഖിലേക്ക് ചേർത്ത് പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ട പാട്ടതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖിലേക്ക് ചേർക്കപ്പെട്ട കവിതകൾ എന്നൊരു പേരിൽ ചില കവിതകളുണ്ട്. ഷെയ്ഖ് ചൊല്ലിയതല്ല, ഷെയ്ഖ് ചൊല്ലി എന്ന് പറഞ്ഞ് പിന്നീട് ഷെയ്ഖിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട കവിതകൾ. അതിലാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അവസ്ഥ ഉണ്ടാവൂല. ഇത് അല്ലാഹു തആല അവന്റെ പ്രത്യേകതയായി എടുത്തു പറഞ്ഞ ഒന്നാണ്. അവൻ എല്ലാ സൃഷ്ടികളെയും അവൻ ഇഹ്സാ ചെയ്യുന്നു. അതേ സ്ഥാനത്ത് അള്ളാഹുവിന്റെ ഇൽമിനെ പോലും ഞാൻ ഇഹ്സാ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ നേരെ പോയി. പിന്നെ അപ്പൊ അതെന്നാലും സംഭവ്യമല്ല, റബ്ബിനോട് തുല്യപ്പെടുത്തൽ അവിടെ വരുന്നുണ്ട്. അവയെല്ലാം കണക്കാക്കി എന്ന് മാത്രമല്ല, വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, വകുല്ലുഹും അവരെല്ലാവരും തന്നെ ആതീഹി അവന്റെ പക്കൽ വരുന്നവരാണ്. ആതീ വരുന്നവൻ, ഹി റബ്ബിന്റെ അടുക്കൽ, ആതീഹി അവന്റെ പക്കൽ വരുന്നവരാണ് എല്ലാവരും. യൗമൽ ഖിയാമ
ഖിയാമത്തിൽ അന്ത്യനാളിൽ അവരെല്ലാം വരിക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ അടുക്കിലേക്ക് അവരൊക്കെ വരിക തന്നെ ചെയ്യും. ഫർദ, ഒറ്റക്കായിക്കൊണ്ട്. ഫർദ് ഏകൻ, ഒറ്റയായവൻ. ഒറ്റക്കായിക്കൊണ്ട് എല്ലാവരും റബ്ബിന്റെ പക്കൽ വരിക തന്നെ ചെയ്യും. അപ്പൊ എല്ലാവരും അല്ലാഹുവിന്റെ മുമ്പിൽ വരാനുള്ളവരാണ്. റബ്ബിന്റെ മുമ്പിൽ വരാത്ത ആരും തന്നെ ഇല്ല. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ. അതായത് സഹായിക്കാൻ ആരുമില്ല, രക്ഷപ്പെടുത്താൻ ആരുമില്ല. മക്കളോ സന്താനങ്ങളോ സഹായികളോ ഒന്നും കൂടെ ഇല്ലാതെയാണ് ഓരോ മനുഷ്യന്മാരും നഫ്സി നഫ്സി എന്ന് പല അവസ്ഥയിലാണല്ലോ വരിക. അവിടെ സഹായിക്കാനായി ഒരാളും തന്നെ കൂടെ ഉണ്ടാവുകയില്ല. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് അല്ലാഹു തആല എടുത്തു പറഞ്ഞ ഒന്നാണ്, നിങ്ങൾക്ക് നാം എന്തെല്ലാം ദുനിയാവിൽ തന്നിരുന്നുവോ അതൊക്കെ നിങ്ങളുടെ പിറകിൽ കൈയൊഴിഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ വന്നിരിക്കുന്നു. ഐ വാഹിദൻ ലാ നാസിറ ലഹു വലാ മാല മഅഹു ലിയൻഫഅഹു എന്നാണ്. വാഹിദൻ, അവൻ ഒറ്റക്ക് അവിടെ വരും. ലാ നാസിറ ലഹു, അവനൊരു സഹായം തന്നെ ഇല്ല. വലാ മാല മഅഹു, അവന്റെ കൂടെ ഒരു സമ്പത്തുമില്ല. കൊടുക്കാൻ പോലും വസ്ത്രമില്ലാതെ മനുഷ്യൻ വരുന്നു. അപ്പൊ സമ്പത്തായി ഒന്നും കൂടെ ഇല്ല. എന്തെങ്കിലും സമ്പത്ത്, ഒരു വസ്ത്രം പോലും കൂടെ ഇല്ലാതെ അവനവിടെ വരുന്നു. മാത്രമല്ല വലാ മാല മഅഹു, അവന്റെ കൂടെ സമ്പത്തുമില്ല. ലിയൻഫഅഹു, എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകാനായി ഒരു സമ്പത്ത് പോലും കൂടെ ഇല്ല. കമാ ഖാല തആല യൗമ ലാ യൻഫഉ മാലുഹും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സ്വത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത ദിവസം എന്ന് അല്ലാഹു തആല പറഞ്ഞുവല്ലോ സൂറത്തുൽ ശുറായിൽ. അപ്പൊ അങ്ങനെ ഉപകരിക്കാവുന്ന ഒന്നുമില്ലാതെ, സന്താനങ്ങളെ കൂടെ ഇല്ലാതെ, സമ്പത്ത് കൂടെ ഇല്ലാതെ, ഒറ്റക്കായിക്കൊണ്ട് എല്ലാവരും അവിടെ വരുന്നു. ഫലാ യൻഫഉ ഇല്ലാ മാ ഖദ്ദമ മിൻ അമലിൻ, ചെയ്തു വെച്ച അമൽ എന്താണോ ഉള്ളത് അത് മാത്രമാണ് അവനോട് ഉപകാരപ്പെടുന്നത്. അതല്ലാതെ അവന്റെ സന്താനങ്ങളോ സമ്പത്തുക്കളോ ഒന്നും തന്നെ അവന് ഉപകാരമായി മാറുന്നില്ല. ഒറ്റയായവൻ, ഫർദായവനാണ് ഫരീദ് എന്ന് പറയുക. എല്ലാവരും റബ്ബിന്റെ മുമ്പിൽ വരുമ്പോൾ കുല്ലുഹും, അവരെല്ലാവരും ആതീഹി, അള്ളാഹുവിന്റെ അടുക്കൽ വരുന്നവരാണ്. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. ഫർദ, ഒറ്റക്കായിക്കൊണ്ട് വരുന്നവരാകുന്നു അവരൊക്കെ. ഇല്ലല്ല, അത് മുഫരിദ് ജംആണ്. മുഫരിദുൻ ജംആണ്, മുഫരിദൂന അത് പറഞ്ഞേ. മുഫരിദ് എന്ന വാക്കിന്റെ ബഹുവചനമാണ് മുഫരിദൂന. അത് അസ്ല് ഈ വാക്കുമായി ബന്ധപ്പെട്ടത് കണ്ട് ഇല്ല, ഒറ്റപ്പെടുത്തുന്ന പദം ശരിക്കർത്ഥമില്ല. ഫറദ, ഒറ്റക്കാക്കി എന്നതാണ് നേരെ ആ പദം വരിക. കേട്ടില്ല? അതെ അതെ അതെ, മുഫ്രദ്, അതെ ആ വാക്കാണ്. അതെ, മുഫ്രദ് ഇസ്മു ഫാഇൽ, മുഫരിദ് എന്ന ഇസ്മു ഫാഇൽ. ഫറദ യുഫരിദു എന്നതിന്റെ ഇസ്മു ഫാഇലാണ് മുഫരിദ്. അതിന്റെ ബഹുവചനമാണ് മുഫരിദൂന എന്നത്. ഫർദാക്കുന്നവൻ എന്ന് മനുഷ്യക്ക് ഫറദ, ഏകമാക്കി, ഒറ്റക്കാക്കി, തനിച്ചാക്കി, കൂട്ടത്തുനിന്ന് മാറ്റി നിർത്തി എന്നൊക്കെ അർത്ഥത്തിലാണ് ഫറദ എന്ന് പറയുക. അതിന്റെ ഇസ്മു ഫാഇലാണ് മുഫരിദ്. അതിന്റെ ബഹുവചനമാണ് മുഫരിദുൻ, മുഫരിദാനി, മുഫരിദൂന. അതാണ് അവിടുത്തെ ജംഅ്. അപ്പൊ അല്ലാഹു തആലക്ക് മക്കളുണ്ട് എന്നോ അവന് പങ്കുകാരുണ്ട് എന്നോ പറയാവതല്ല. കാരണം എല്ലാം അവന്റെ സൃഷ്ടികളാണ്. അവയെല്ലാം റബ്ബിന്റെ പക്കൽ ഒറ്റക്കൊറ്റക്കായി വരുന്നവരുമാണ് എല്ലാ സൃഷ്ടികളും. എന്നിരിക്കെ ആ സൃഷ്ടിയിൽ നിന്ന് ഒന്നിനെ അല്ലാഹു സ്വയം മകനായി സ്വീകരിച്ചു, അല്ലെങ്കിൽ പങ്കാളിയായി സ്വീകരിച്ചു, ഭാര്യയാക്കി വെച്ചു എന്നൊക്കെ പറയാൻ ഒരിക്കലും ന്യായമില്ല. അതാണ് വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ, റഹ്മാനായ റബ്ബിന് യോജിച്ചതേ അല്ല ഒരു സന്താനത്തെ അവൻ സ്വീകരിക്കുക എന്നത്. അപ്പൊ അതില്ല. എല്ലാവരും അല്ലാഹുവിന്റെ അടിമകൾ, എല്ലാ റബ്ബിന് മുമ്പിൽ വരുന്നവർ, എല്ലാ അടിമകളെയും പറ്റി അല്ലാഹു തആലക്ക് നന്നായി അറിയുന്നവനുമാകുന്നു.
ഇനി ഒരു മറുവശം, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. ഇന്നല്ലദീന ആമനു, നിശ്ചയമായും വിശ്വസിച്ചവർ, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർ, വഅമിലു, അവർ പ്രവർത്തിക്കുകയും ചെയ്തു, അസ്വാലിഹാത്തി, നല്ല കാര്യങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്തവർ, സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ, സയജ്അലു ലഹും, അവർക്ക് ഉണ്ടാക്കി കൊടുക്കും, അർ റഹ്മാൻ, റഹ്മാനായ റബ്ബ് അവർക്ക് നിശ്ചയിച്ചു കൊടുക്കും, വുദ്ദ, സ്നേഹത്തെ അല്ലാഹു തആല നിശ്ചയിച്ചു നൽകും. ഈമാനും തഖ്വയുമുള്ള ആളുകൾ, അവർക്ക് അല്ലാഹു തആല ഒരു ഹുബ്ബ്, ഒരു മവദ്ദത്ത് അല്ലാഹു തആല നൽകും എന്നുള്ള പ്രത്യേകമായി എടുത്തു. നമ്മുടെ ഒരു വലിയ നേട്ടമായി എടുത്തു പറഞ്ഞ ഒന്നാണ്, ഈമാനും അമൽ സ്വാലിഹും ഉള്ളവർക്ക് അല്ലാഹു തആല ഒരു വുദ്ദ് നൽകുന്ന, വുദ്ദ ഹുബ്ബ്, ഹുബ്ബാണ് വുദ്ദ്, മവദ്ദത്ത്, സ്നേഹം, മഹബ്ബത്ത്, അവർക്ക് സ്നേഹം അല്ലാഹു തആല നിശ്ചയിച്ചു നൽകും. ആ സ്നേഹം വ്യത്യസ്ത രൂപത്തിലാണ്. അള്ളാഹുവിന്റെ സ്നേഹമുണ്ട്, അതോടൊപ്പം സൃഷ്ടികളുടെ സ്നേഹവും അല്ലാഹു തആല അവന് നൽകും. എല്ലാ സൃഷ്ടികൾക്കും കൽബിൽ അവനോടൊരു ഇഷ്ടം, ഒരു സ്നേഹം അല്ലാഹു തആല ഉണ്ടാക്കി കൊടുക്കും. ഒരുപാട് ഹദീസ് ആ വിഷയമായി വന്നത് കാണാൻ കഴിയും. ഇമാം തിർമിദി മറ്റു മുദ്രിക്കുന്ന റിപ്പോർട്ട് കാണാം, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ നാദാ ജിബ്രീൽ. ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ, അല്ലാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ, നാദാ ജിബ്രീല, ജിബ്രീലിനെ വിളിക്കും, ഇന്നി ഖദ് അഹബ്ബതു ഫുലാനൻ ഫഅഹിബ്ബഹു, അല്ലാഹു പറയും, ഇന്ന ഇന്ന വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു, അവൻ നീയും അയാളെ ഇഷ്ടപ്പെടണം എന്ന് വിളിച്ചു പറയും. അങ്ങനെ ജിബ്രീലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. ഫയുനാദി ഫിസ് സമാ, പിന്നീട് ആകാശലോകത്ത് വിളംബരം ചെയ്യപ്പെടും, ഈ ആളെ അല്ലാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിളംബരം ചെയ്യപ്പെടുമ്പോൾ ആകാശലോകത്തുള്ള മലക്കളൊക്കെ അവരെ സ്നേഹിക്കും. പിന്നീട് ഭൂമിയിലുള്ള ആളുകളിൽ അവനൊരു സ്നേഹം അല്ലാഹു തആല ഇറക്കി കൊടുക്കും. അതാണ് നബി പറയാണ്, അതാണ് ഫദാലിക ഖൗലുഹു തആല സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ എന്ന ആയത്തിന്റെ അർത്ഥം അതാകുന്നു എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നു. ബുഖാരി മുസ്ലിമിൽ ഇതേ ഹദീസ് മറ്റൊരു രൂപത്തിൽ ശരിയാ പല വ്യത്യാസത്തോടുകൂടി സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഒക്കെ വന്നിട്ടുണ്ട്. അതേപോലെ ധാരാളം ഹദീസുകൾ, ഇന്നല്ലാഹ അഅതൽ മുഅ്മിനൽ ഉൽഫത വൽ മലാഹത വൽ മഹബ്ബത ഫീ സുദൂരി സ്വാലിഹീന വൽ മലായികത്തിൽ മുഖറബീൻ, വിശ്വാസികളുടെ മനസ്സിലും സ്വാലിഹികളുടെ മനസ്സിലും അതേപോലെ മലക്കുകളുടെ മനസ്സിലും ഒക്കെ അല്ലാഹു തആല മുഅ്മിനിന് ഒരു സ്നേഹവും ഒരു കാരുണ്യവും ഒക്കെ അല്ലാഹു തആല ഇട്ട് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് സുമ്മത്തല നബി ഓതി ഈ ഒരു ആയത്ത്, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ എന്ന ഈ ആയത്ത് നബി തങ്ങൾ ഓതുകയും ചെയ്തു എന്ന് കാണാൻ കഴിയും. ഈ ആയത്ത് ഇറങ്ങാനൊരു പശ്ചാത്തലം ചില തഫ്സീറിലൊക്കെ കാണുന്നത്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, യാ അലി, അല്ലയോ അലി, നീ പറയണം, അല്ലാഹുമ്മ ജഅൽനി ഇൻദക അഹ്ദാ വജഅൽനി ഫീ ഖുലൂബിൽ മുഅ്മിനീന മവദ്ദ എന്ന് നീ പ്രാർത്ഥിക്കണം എന്ന് നബി അലിയോട് പറഞ്ഞു. അല്ലാഹു, നീ നിന്റെ പക്കൽ എനിക്കൊരു അഹദ്, ഒരു കരാർ നീ നൽകണേ, മുഅ്മിനീങ്ങളുടെ ഖൽബിൽ എനിക്കൊരു സ്നേഹം നീ ഇട്ടുതരണേ എന്ന് ദുആ ചെയ്യുക. ഫനസലത്തിൽ ആയ, ആ ഘട്ടത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് ചില തഫ്സീറുകളൊക്കെ ഇബ്നു കസീർ റഹിമഹുല്ലാഹി പോലുള്ള ആളുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അബ്ദുറഹ്മാൻ ഔഫിന്റെ കാര്യത്തിലാണ് എന്നും ചില അഭിപ്രായങ്ങൾ കാണാം. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് പ്രത്യേകമായ ഒരു സ്നേഹവും ഒരു വഖാറും ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നതാണ്. എല്ലാവർക്കും അബ്ദുറഹ്മാൻ ഔഫിന് പ്രത്യേകമായ ഒരു ഗാംഭീര്യം, ഒരു ഗൗരവം അവർക്കൊക്കെ മനസ്സിലുണ്ടായിരുന്നു. വിശ്വാസികൾക്ക് മാത്രമല്ല, അന്നത്തെ വിശ്വാസികൾ അല്ലാത്തവർ കൂടി അബ്ദുറഹ്മാനെ പറ്റി പ്രത്യേകമായ ഒരു സ്നേഹം കാണിച്ചിരുന്നു. ആ വിഷയത്തിലാണ് ഈ ഒരു ആയത്ത്, സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ, ഈമാനും അമലും സ്വാലിഹും ഉണ്ടെങ്കിൽ അല്ലാഹു അവർക്ക് ഒരു സ്നേഹം നിശ്ചയിച്ചു കൊടുക്കും എന്ന് പറഞ്ഞത് ആ ഒരു വിഷയത്തിലാണ് അവതരിച്ചത് എന്ന് പറയുന്നു. ഇനി മാത്രമല്ല, ആഖിറത്തിലടക്കം ആദർക്ക് അവർക്ക് സ്നേഹം കിട്ടും എന്ന് വരെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാൻ കഴിയും. അല്ലാഹു തആല ലഹും മവദ്ദതൻ ഫീ ഖുലൂബിൽ മുഅ്മിനീന വൽ മലായികതി യൗമൽ ഖിയാമ,
അന്യനാടിലും മുഅ്മിനീങ്ങളും അതേപോലെ മലക്കുകളുമൊക്കെ അവനെ സ്നേഹിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ്. എന്നിട്ട് അവസാനം ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അവസാനം പറയാണ്, ഇദാ കാന മഹ്ബൂബൻ ഫി ദുനിയ ഫഹുവ കദാലിക ഫിൽ ആഖിറ. ദുനിയാവിൽ ഒരാളങ്ങനെ മെഹബൂബായി മാറിയാൽ ആഖിറത്തിലും അയാൾ തീർച്ചയായും മെഹബൂബായി മാറും. അപ്പൊ അതിനുള്ള രണ്ട് കാരണങ്ങളാണ് പറയുന്നത്, ഈമാനും മറ്റൊന്ന് അമൽ സ്വാലിഹും. അപ്പൊ ഈമാനും അമൽ സ്വാലിഹും ഉണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളിൽപ്പെട്ട ഒന്നാണ്, അവർക്ക് അല്ലാഹു സ്നേഹം നിശ്ചയിച്ചു കൊടുക്കും. ഒരു ഹദീസിന്റെ അവസാനത്തിൽ കാണാം, സുമ്മ യൂദഉ ലഹുൽ ഖബൂലു ഫിൽ അർളി. അല്ലാഹു സ്നേഹിക്കും, ജിബ്രീൽ സ്നേഹിക്കും, ആകാശത്തോട് സ്നേഹിക്കും, എന്നിട്ട് സുമ്മ യൂദഉ ലഹുൽ ഖബൂൽ, പിന്നെ അവനൊരു ഖബൂലിയത്ത് അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുക്കും ഫിൽ അർളി, ഭൂമിയിൽ. ഭൂമിയിൽ അവന് സ്വീകാര്യത, അവൻ പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടുന്നു. അവന്റെ തീരുമാനം അത് ആളുകൾക്ക് ഒരു ന്യായമായി അവൻ സ്വീകരിക്കുന്നു. ഇങ്ങനെ ഭൂമിയിൽ അയാൾക്ക് സ്വീകാര്യത അല്ലാഹു തആല നൽകും. അത് റബ്ബ് അയാളെ സ്നേഹിക്കുന്നു എന്നതിന്റെ ഒരു അടയാളമായിട്ടാണ് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്. ശേഷം നബി തങ്ങൾ തിരിച്ചും പറഞ്ഞു, എന്നാൽ തിരിച്ചാണെങ്കിൽ ഒരു അടിമയെ അല്ലാഹു തആല ദേഷ്യം വെക്കുന്നു, ഒരാൾ കോപിക്കുന്നുവെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അല്ലാഹു തആല വിളിക്കും, ഫയഖൂൽ ഇന്നി ഉബ്ഗിദു ഫുലാനൻ ഫഅബ്ഗിദഹു. ഇന്നയാളെ എനിക്ക് വെറുപ്പാണ്, അതുകൊണ്ട് ജിബ്രീൽ താങ്കളും അയാളെ വെറുക്കണം എന്ന് വിളിച്ചു പറയും. അങ്ങനെ ഫയുബ്ഗിദുഹു ജിബ്രീൽ, ജിബ്രീലും അയാളെ വെറുക്കുന്നു. സുമ്മ യുനാദി ഫി അഹ്ലിസ് സമാ, പിന്നീട് ആകാശലോകത്ത് വിളിച്ചു പറയപ്പെടും, ഇന്നല്ലാഹ യുബ്ഗിദു ഫുലാനൻ ഫഅബ്ഗിദൂഹു. ഇയാൾ അല്ലാഹ്ക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് നിങ്ങളും അയാളെ വെറുക്കണമെന്ന് പറയും. അങ്ങനെ ഫയുബ്ഗിദൂനഹു, ആകാശലോകത്തുള്ളവർക്കെല്ലാം അയാൾ വെറുപ്പായി മാറും. സുമ്മ തൂദഉ ലഹുൽ ബഗ്ദാഉ ഫിൽ അർളി, പിന്നെ ഭൂമിയിൽ നാട്ടിലും അയാൾക്ക് ഒരു വെറുപ്പ്, എല്ലാവർക്കും ഒരു ദേഷ്യം, എല്ലാവർക്കും ഒരു അകൽച്ച, എല്ലാവർക്കും ഒരു വെറുപ്പ് അയാളുടെ കാര്യത്തിൽ നിശ്ചയിക്കപ്പെടും എന്നാണ് ഇമാം ബുഖാരി മുസ്ലിം അടക്കം ഉദ്ധരിക്കുന്ന ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ രണ്ട് വശവും നമ്മൾ ഗൗരവമായി കാണേണ്ടതുണ്ട്. ഒന്ന്, പടച്ച റബ്ബിന്റെ സ്നേഹം നമുക്ക് ലഭിക്കണം. അല്ലാഹുവിന്റെ സ്നേഹം കിട്ടിയാൽ ജിബ്രീൽ നമ്മളെ സ്നേഹിക്കും, മറ്റ് മലക്കുകൾ സ്നേഹിക്കും, വിശ്വാസികൾ നമ്മെ സ്നേഹിക്കും. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് അങ്ങനെ മുഅ്മിനീങ്ങളുടെയും മലക്കുകളുടെയും ഒക്കെ സ്നേഹം കിട്ടാൻ അതൊരു കാരണമായി മാറും. അല്ലാഹുവിന്റെ വെറുപ്പുണ്ടായി കഴിഞ്ഞാൽ അത് അതിൽ മാത്രമല്ല, ബാക്കി മലക്കുകളും വിശ്വാസികൾക്കും ഒക്കെ ഒരു വെറുപ്പ്, മൊത്തം ആളുകൾക്ക് മനസ്സിൽ ഒരു അകൽച്ച, ആരും നമ്മളുമായി അടുക്കാത്തൊരവസ്ഥ, ആരും നമ്മളെ സ്വീകരിക്കുന്നില്ല, ആരും നമ്മളുമായി അടുക്കുന്നില്ല, ആരോടും നമുക്ക് ഇടപെടാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പൂർണ്ണമായും നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുവെങ്കിൽ അവിടെ പടച്ച റബ്ബിന്റെ ഇഷ്ടക്കുറവുണ്ടോ എന്ന ഒരു ആത്മപരിശോധന നമ്മളൊക്കെ നടത്തേണ്ടതുണ്ട്. റബ്ബിന്റെ സ്നേഹമാണ് നമുക്ക് ലഭിക്കേണ്ടത്. അത് ഞെങ്ങി കഴിഞ്ഞില്ലേ, അല്ലാതെ സ്നേഹം കിട്ടില്ലെങ്കിൽ പിന്നെ ഇതൊരു കാര്യമൊന്നുമില്ല. അപ്പൊ ശരിയായ ഈമാനും ശരിയായ അമലു സ്വാലിഹും, അത് രണ്ടും ഇതിനുള്ള നിമിത്തങ്ങളായി അല്ലാഹു തആല ഇവിടെ എടുത്തു പറയുന്നു. ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ചവർ, വഅമിലു സ്വാലിഹാത്തി, സ്വാലിഹായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ, സയജ്അലു ലഹും, അവർക്ക് ഉണ്ടാക്കി കൊടുക്കും, നിശ്ചയിച്ചു കൊടുക്കും, അർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹ് അവർക്ക് നിശ്ചയിച്ചു കൊടുക്കും, ബുദ്ധ, സ്നേഹത്തെ അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുക്കും. അല്ലാഹു അക്ബർ. അപ്പോൾ മൊത്തം അർത്ഥം ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദാ. ലഖദ് അഹ്സാഹും, നിശ്ചയമായും അല്ലാഹു തആല അവരെ ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു, വഅദ്ദഹും അദ്ദാ, എണ്ണിക്കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. വകുല്ലുഹും ആതീഹി, അവരെല്ലാം അവന്റെ പക്കൽ വരുന്നവരാണ്. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഫർദ, ഒറ്റക്കായിക്കൊണ്ട്. ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ചവർ, വഅമിലു സ്വാലിഹാത്തി, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ, സയജ്അലു ലഹുമുർ റഹ്മാനു ബുദ്ദ, റഹ്മാൻ അവർക്ക് സ്നേഹത്തെ നിശ്ചയിച്ചു നൽകുന്നതാണ്. വല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لقد أحصاهم وعدهم عدا وكلهم آتيه يوم القيامة فردا.
إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. سبحانك اللهم وبحمدك. ക്ലാസ്സോടി സൂറത്തുൽ മറിയം അവസാനിക്കും ഇൻഷാ അല്ലാഹ്.